നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പോർച്ചുഗലിൻ്റെ അടുത്ത കോച്ചായി ഓർഗെ ഹീസസിനെ അവർ ഒഫീഷ്യലി പ്രഖ്യാപിച്ചല്ലോ. അദ്ദേഹം തൻ്റെ ആദ്യ പ്രസ്താവനയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, ദേശീയ ടീമിലേക്ക് താരങ്ങളെ പരിഗണിക്കുമ്പോൾ പേരും പ്രായവുമല്ല നോക്കുന്നത്, അവരുടെ കളി മികവാണ് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആദ്യ വാക്കുകൾ നമ്മൾ നോക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ലോകത്തിലെ ഏറ്റവും മികച്ച ദേശീയ ടീമുകളിൽ ഒന്നിനെ പരിശീലിപ്പിക്കാൻ എനിക്ക് അവസരം നൽകിയതിന് ഞാൻ പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റിനോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് മികച്ച ഒരു ടീമുണ്ട്, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ടീമുണ്ട്. കൂടെ ഈ കളി വിസ്മയത്തെയും കളിക്കാരെയും നമ്മുടെ ദേശീയ ടീമായ, എൻ്റെ രാജ്യത്തിൻ്റെ ദേശീയ ടീമായ ഈ പോർച്ചുഗീസ് ടീമിനെയും ഞാൻ വിലമതിക്കുകയാണ്. പോർച്ചുഗലുകാരനായിരിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് പൂർണ്ണമായി ബോധ്യമുണ്ട്. പോർച്ചുഗീസുകാരനായതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. ഇപ്പോൾ 1.1 കോടി ജനങ്ങളുടെ പരിശീലകനാണ് ഞാനും എൻ്റെ കോച്ചിങ് സ്റ്റാഫും ഇവിടെ എത്തിയത് ജയിക്കാൻ വേണ്ടിയാണ്. മൈതാനത്തെ ജോലികൾക്കും അപ്പുറം ഞാൻ ഈ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെയാണ് ഞാൻ കാര്യങ്ങളെ കാണുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നു. പിന്നെ ഇതുവരെ അദ്ദേഹം ക്ലബിൻ്റെ പരിശീലകനായിട്ട് ഇപ്പോൾ ദേശീയ ടീമിൻ്റെ പരിശീലകനാകുമ്പോഴുള്ള വ്യത്യാസത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഒരേ ഒരു വ്യത്യാസം, ഒരു ക്ലബിലുള്ളതുപോലെ ഒരു ദേശീയ ടീം പരിശീലകന് അത്രയധികം പ്രവൃത്തി ദിവസങ്ങൾ ഉണ്ടാകില്ല എന്നതാണ്. ഞാൻ അതിനായി എന്നെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. അതിനാൽ ഞാൻ ഒരു ക്ലബിലായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കുമോ അതിൽ നിന്നും വലിയ മാറ്റമൊന്നും ഇതിനുണ്ടാകില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. 71 വയസ്സുണ്ട് ഓർഗെ ഹീസസിന്. ഈ സമയത്താണ് 4 വർഷത്തെ കോൺട്രാക്റ്റ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അപ്പോൾ തൻ്റെ പ്രായത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, എൻ്റെ പ്രായം സംഖ്യയിൽ 71 എന്നാണ്, എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് 50 മാത്രമാണ്. എനിക്ക് 2 മണിക്കൂറിലധികം പരിശീലനം നൽകാൻ കഴിയും. അതൊരു കഠിനമായ വെല്ലുവിളിയാണ്, പക്ഷേ നമ്മൾ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഉയർന്ന നിലവാരമുള്ള ഒരുപാട് പേര് നമ്മുടെ ടീമിലുണ്ട്. ഞാൻ എല്ലാവരിലും വിശ്വസിക്കുന്നു. അവരെല്ലാം മികച്ച നിലവാരമുള്ളവരാണ്. ലോകകപ്പിൽ പങ്കെടുത്തവർക്ക് ആ മികവുണ്ട്. പോർച്ചുഗലിന് മികച്ച നിലവാരമുള്ള യുവതലമുറയുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനാണ്, വർത്തമാനകാലമാണ്. ടീം നവീകരണം ആവശ്യമാണെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയും. 6 പേർക്ക് മാത്രമാണ് 30 വയസ്സിന് മുകളിലുള്ളത്. ശരാശരി പ്രായം 28 ഈ ടീമിൻ്റേത്. അപ്പോൾ പ്രായമല്ല ഇവിടുത്തെ വിഷയം എന്നുകൂടി ഇപ്പോൾ കോച്ച് ഓർഗെ ഹീസസ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, പോർച്ചുഗീസ് ദേശീയ ടീമിലേക്ക് താരങ്ങളെ എടുക്കുമ്പോൾ ഒരിക്കലും പ്രായമല്ല താനിപ്പോൾ പരിഗണിക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു, താൻ പ്രായമോ അല്ലെങ്കിൽ പേരോ അല്ല ടീമിലെടുക്കുമ്പോൾ പരിഗണിക്കുക എന്ന് തന്നെ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. നമ്മുടെ ടീമിൻ്റെ ആവറേജ് ഏജ് 28 വയസ്സ് മാത്രമാണ്. അതാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതൊരു പ്രശ്നമേ അല്ല. അതാണ്, ദാറ്റ്സ് വാട്ട് ഈസ് ദി വാല്യൂ. നമുക്ക് 17 വയസ്സുള്ള താരമോ 18 വയസ്സുള്ള താരമോ ഒക്കെ ഉണ്ടാകാം. അവിടെ ക്വാളിറ്റിയാണ് പ്രധാനം. അവരെ നമ്മൾ ടീമിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യും. സോ ഞാൻ പറയുന്നത്, ഇവിടെ എന്നോടൊപ്പം തന്നെ നേരത്തെ വർക്ക് ചെയ്ത 12 താരങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദെൻ അവരെ ടീമിലേക്ക് കൊണ്ടുവന്ന താരങ്ങൾ, റാഫേൽ ലിയാവോ 17 വയസ്സുള്ള സമയത്ത് സ്പോർട്ടിങ്ങിൽ ഞാൻ കൊണ്ടുവന്നതാണ്. ഗോൺസാലോ ഗുയിഡസ് 18 വയസ്സായിരുന്നു ബെൻഫിക്കയിൽ ആ സമയത്ത്. ജാവോ കൻസേലോ, ബെർണാഡോ സിൽവ. അപ്പം ഇവരെയൊക്കെ ഗെയിമിലേക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുകൂടി കോച്ച് പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.